ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. വീണ്ടും ഞങ്ങൾ ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം. പോയോ ഷോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നാളെ പരിപാടിയാണ് സ്കൂളിൽ. അപ്പോൾ സ്കൂളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഷോക്സ് മേടിക്കാൻ പോകും. അതുപോലെ തന്നെ നാളെ സ്കൂളിലെ മീറ്റിംഗും ഉണ്ട്. രണ്ട് കാര്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പോകണമെങ്കിലാണ് എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് പോയി. പിന്നെ ആളെ ഭാഗത്ത് കാണാനില്ല. ഞാൻ പോയി നോക്കുമ്പോൾ ഉണ്ട് ആളെവിടെ നിൽക്കണ് ഫുള്ള് മേക്കപ്പില്ല. ഞാൻ ചോദിച്ചത് കല്യാണത്തിനാണ് പോകുന്നത് ഷോക്സ് മേടിക്കാനാണ് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയണില്ല കേട്ടോ. ആളെ ഒരേ ഒരുക്കത്തിലാണ്. ഇത് മേക്കപ്പ് ചെയ്ത് പറഞ്ഞപ്പോൾ തിരിഞ്ഞിക്കണ ഫോട്ടോ അവിടെ പോയി കാണണം. ഞെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓള് വീണ്ടും തിരിഞ്ഞു നിന്ന് കണ്ണെഴുതാനുണ്ട്. ഇത്ര കണ്ണെഴുതിയാലാണ് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പോയിന്റെ പോലെ എന്താ ചെയ്യാ. അത് കഴിഞ്ഞപ്പോൾ ലിപ്സ്റ്റിക് ഇടലായി, കണ്ണിന്റെ അടിയിൽ എഴുതലായി, ആകെ തിരക്കായി. വീണ്ടും പറഞ്ഞു കേട്ടോ കല്യാണത്തിനല്ല പോണതെന്ന്. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ആളുടെ ഭയങ്കര ഡാൻസ് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് പോകണമെങ്കിൽ കേട്ടോ. മേക്കപ്പൊക്കെ ചെയ്ത് വന്ന് പുറത്ത് പോണതിന്റെ സന്തോഷമാണ് ബി കാണുന്നിട്ട് ചങ്ങന്മാരെ, അല്ലാണ്ട് വേറൊന്നല്ല. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി പോകട്ടെ വീട്ടിൽ നിന്ന്. അങ്ങനെ അത് ഇറങ്ങണ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ടീമ് കുത്തിപ്പിടിച്ച് കയറി യാത്ര തുടരാട്ടോ. ഞങ്ങൾ കൊടുക്കല്ല വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിലേക്കാണ് പോണത്. പക്ഷേ രാത്രി ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ആണ് ഓള് പറഞ്ഞ് ഷോക്സ് ഇല്ല നാളെ ഇടാൻ, വൈറ്റ് ഷോക്സ് തന്നെ വേണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് അവൾ ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ എടുക്കണ ആഴ്ചട്ടപ്പേ കാണുന്നത്. എൻ്റെ ബാക്കിൽ നിന്ന് എന്തൊക്കെ കാട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കടയിലെത്തി കേട്ടോ. ഈ GK കളക്ഷൻ എന്ന് പറഞ്ഞ ഈ കടയിൽ നിന്നാട്ടോ ഞങ്ങൾ ഷോക്സ് വാങ്ങിയത്. അങ്ങനെ അവിടെ വണ്ടി ഇറങ്ങി കടയിലേക്ക് കയറി പോണ കാഴ്ചട്ടപ്പേ കാണുന്ന ഞങ്ങൾ. ഇപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. വേഗം ഓടി കയറി കടയിലേക്ക്. നമ്മളൊന്നും വരാനും ഒഴിവില്ലാത്ത പോലെ ആൾ വേഗം ഓടി കയറുന്ന ഒരു കാഴ്ചട്ടപ്പേ കാണുന്നത്. എത്തിയപ്പോൾ ആൾ ഭയങ്കര തിരക്കിലാണ്. മാല ബൾബ് തൂക്കേണ്ട തിരക്കിലാണ് സ്റ്റാഫ്. ആളോട് ഷോക്സ് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു മറ്റാൾ വരട്ടെ എന്ന് നമ്മളും ആൾ പറയണെന്നുള്ളത് നോക്കിക്കാട്ടോ. ഓള് ഒരു വിധത്തിൽ പറഞ്ഞിട്ട് ആൾ തിരിച്ചു വന്ന് ഷോക്സ് എടുത്തു കേട്ടോ. ഇത് പോരെന്ന് ചോദിച്ചപ്പോൾ ഇത് ഇതിന്നുണ്ടെങ്കിലും ആളെന്തോ ഒരു അമ്പരപ്പിലാണ് നിൽക്കണം. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഷോക്സ് അത് മതി ചോദിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. തിരിച്ചു വരുന്ന സമയത്താണ് ആൾക്ക് തൊട്ടപ്പുറത്ത് മാളുണ്ട്. മാളിൽ കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഈ നേരത്തെ മാളിൽ കയറി ശരിയാവില്ല എന്ന്. മാൾ ഏകദേശം അടക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്പെയിൻ്റെ ജേഴ്സി കണ്ടപ്പോൾ ആൾക്ക് സ്പെയിൻ്റെ ജേഴ്സി മേടിക്കാനൊരു ആഗ്രഹം. അപ്പോൾ ആളെ സൈസിന് പറ്റിയ സ്പെയിൻ്റെ ജേഴ്സി അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. അടുത്ത ദിവസം നമുക്ക് ഇനി വേറൊരു ദിവസം നമുക്ക് ജേഴ്സി വാങ്ങാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. നാളെ സ്കൂളുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ മീറ്റിംഗും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ മാർക്ക് കുറവാണ്. അപ്പോൾ നമ്മളെല്ലാം ചേർത്തിട്ട് സ്കൂളിൽ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോണത്. സൂസില്ലാണ്ട് ആൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഒരു വീട് കൊടുക്കണ കാഴ്ചയാണ് കേട്ടോ പോയി കാണുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിട്ടോ. വീട്ടിൽ കയറുന്ന കാഴ്ചയാണ് പോയി കാണുന്നത്. മഴ ചെറുതായിട്ട് ചാറുണ്ടെങ്കിൽ ഞങ്ങൾ കാര്യമായിട്ടുള്ള മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. ചെറുങ്ങനെ ചാറിപ്പോയി. വിചാരിച്ച് രണ്ടെണ്ണം കൂടി വഴിയിലവിടെ നിന്ന് കയറി നിൽക്കേണ്ടി വരുന്നു. കാരണം നമ്മൾ കൂട്ടും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ള കലാപരിപാടി കേട്ടോ. ഒരു കട്ട ബ്രസീൽ ഫാനാണെങ്കിലും എല്ലാ കളിക്കാരും ആക്ഷൻസും ഹോബീസും ഒക്കെ കാണിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് മൂപ്പരുടെ പരിപാടികൾ. പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഡാൻസ് കളിക്കുക, അതുപോലെ തന്നെ വെയിൽ കളിക്കുക, ഗെയിം കളിക്കുക, ചിത്രം വരക്കുക കേട്ടോ മൂപ്പരുടെ മെയിൻ പരിപാടി. പഠിക്കുക എന്ന് പറഞ്ഞാൽ മൂപ്പര് കുറച്ച് പിന്നിലാണ്. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഫേവറേറ്റ് ആയിട്ടാണ്. ഏത് ഡാൻസ് വേണം, ഏത് സ്റ്റെപ്പ് വേണമെങ്കിൽ മൂപ്പര് ഇടും. ഒരു വട്ടം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ട് മൂപ്പര് പെർഫോം ചെയ്യും കേട്ടോ. അത് വേറെ വിഷയം. ഇവറും തോറ്റു ഓളും തോറ്റു പറഞ്ഞ കഥയിട്ടാണ് ഞാൻ പറഞ്ഞു. സ്കൂളിൽ കുറേ പറഞ്ഞ് കളിയാക്കി ചിരിച്ചിട്ട് നിൽക്കുന്ന സമയത്തോട്ട് മൂപ്പര് വീണ്ടും ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ ഇതാക്കാം കേട്ടോ. അതാണ് മദ്രസയിൽ പരീക്ഷ ഉണ്ട്. പരീക്ഷക്കൊന്നും പഠിക്കാനില്ല വെച്ചാൽ അതൊന്നും ഇല്ല കേട്ടോ. അത്രേ ഉള്ളൂ. അടുത്ത പരിപാടിയായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.